ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ കണ്ടു തീർക്കുകയാണെങ്കിൽ ക്രിയാറ്റിനിൽ നിങ്ങൾക്ക് ഒരു PhD തന്നെ എടുക്കാം. കാരണം ക്രിയേറ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ക്രിയേറ്റിൻ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോവോ, ഇനി പോയില്ലെങ്കിൽ ക്രിയേറ്റിൻ എപ്പോൾ കഴിക്കണം, ഇനി കഴിച്ചു കഴിഞ്ഞാൽ മുടി മൊത്തം പോവോ, ഇങ്ങനത്തെ സകല കാര്യങ്ങളും ഞാൻ പറയും. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ക്രിയേറ്റിൻ? ഈ ക്രിയേറ്റിൻ എന്ന് വെച്ചാൽ എന്താ? ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു 100 മീറ്റർ റേസ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മുടെ ബോഡി യൂസ് ചെയ്യണം മെയിൻ എനർജി സോഴ്സ് ആണ് ATP. ആൻഡ് നമ്മുടെ ക്രിയാറ്റിൻ ആണ് ഈ ATP പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണത്. ബട്ട് സാഡ്ലി ഈ ക്രിയാറ്റിൻ നമ്മുടെ ബോഡിയിൽ ഒരിക്കലും മാക്സിമം എമൗണ്ടിൽ ഉണ്ടാവില്ല. സോ ഇത് മാക്സിമം എമൗണ്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയാറ്റിൻ സപ്ലിമെന്റ് ചെയ്യണത്. ക്രിയാറ്റിന്റെ എമൗണ്ട് മാക്സിമം ആവണേനാണ് ക്രിയാറ്റിൻ സാച്ചുറേറ്റഡ് ആവണമെന്ന് പറയണത്. ഇങ്ങനെ ക്രിയാറ്റിൻ സാച്ചുറേറ്റഡ് ആകുമ്പോൾ നമ്മുടെ എനർജി ലെവൽസ് കൂടും. സോ നമുക്ക് ജിമ്മിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ദെയർഫോർ നമുക്ക് കൂടുതൽ മസിൽ ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്രിയാറ്റിൻ എപ്പോൾ കഴിക്കണം? ചിലവർ പറയും വർക്കൗട്ടിന് മുമ്പ് ക്രിയാറ്റിൻ എടുത്തു എന്നിട്ടൊരു എനർജി ഇല്ല. അങ്ങനെയല്ല ക്രിയാറ്റിൻ വർക്കാവണേ. ക്രിയാറ്റിന്റെ ബെനിഫിറ്റ്സ് കിട്ടി തുടങ്ങാൻ 30 ഡേയ്സെങ്കിലും പിടിക്കും നോർമൽ ഡോസ് വെച്ചെടുക്കുകയാണെങ്കിൽ. സോ ക്രിയാറ്റിൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. പക്ഷെ റീസെന്റ് ആയിട്ട് കുറച്ച് സ്റ്റഡീസ് പറഞ്ഞിട്ടുണ്ട് ക്രിയാറ്റിൻ വർക്കൗട്ട് കഴിഞ്ഞിട്ട് എടുക്കുന്നത് കുറച്ചുകൂടെ മസിൽ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു. സോ ആ ചെറിയ ബെനിഫിറ്റ്സും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ക്രിയാറ്റിൻ വർക്കൗട്ട് കഴിഞ്ഞിട്ട് എടുത്തോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെയിലി എന്തോരം ക്രിയാറ്റിൻ കഴിക്കണം? ക്രിയാറ്റിൻ 2 രീതിയിൽ എടുക്കാം. ഒരെണ്ണം ലോഡിംഗ് ഫേസ്, ഒരെണ്ണം നോർമൽ രീതി. ഈ ലോഡിംഗ് ഫേസും നോർമൽ രീതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ലോഡിംഗ് ഫേസിൽ നമുക്ക് ഫാസ്റ്റർ ആയിട്ട് റിസൾട്ട്സ് കിട്ടി തുടങ്ങും. നോർമൽ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 1 മന്ത് പിടിക്കും. നോർമൽ രീതിയിലാണെങ്കിൽ 3 to 5 grams വെച്ച് ഡെയിലി കഴിക്കുക. ലോഡിംഗ് ഫേസിൽ ഡെയിലി 20 grams ക്രിയേറ്റിൻ നമ്മൾ കഴിക്കും. അത് 4 times ആയിട്ടേ കഴിക്കാവുള്ളൂ. ഇതൊരു ഒരാഴ്ച കണ്ടിന്യൂ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നോർമൽ ഡോസസിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിയേറ്റിൻ കഴിച്ചാൽ മുടി വെച്ചിട്ടുണ്ടാവും? ആക്ച്വലി ഇതെല്ലാം തുടങ്ങിയത് 2009 നടത്തിയ ഒരു റിസർച്ച് എന്നാണ്. 20 ആൾക്കാരെ വെച്ച് നടത്തിയ റിസർച്ചിൽ ക്രിയേറ്റിൻ ഹെയർ ലോസിന് കാരണമാണ് DHT എന്ന പേരുള്ള ഒരു ഹോർമോൺ കൂട്ടറായിട്ട് കണ്ടുപിടിച്ചു. അപ്പൊ തന്നെ എല്ലാവരും പറഞ്ഞു ക്രിയേറ്റിൻ കഴിച്ചാൽ മുടി വെച്ചിട്ടുണ്ടാവും, പരിപാടി നിർത്തിക്കോ. എനിക്കാണ് ഇത് നല്ല രീതിയിൽ സ്പ്രെഡ് ആയിട്ടുണ്ടെന്നാ. അതുകൊണ്ടാണ് ഈ മിത്ത് ഇപ്പോഴും കറങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ റിസർച്ച് DHT കൂട്ടുന്ന കണ്ടുപിടിച്ചു. പക്ഷെ ഇത്രയും DHT കൂടിയ ഹെയർ ലോസ് ഉണ്ടാവുന്ന ഈ റിസർച്ച് പറയണില്ല. ഈ DHT കൂടുന്നത് വളരെ ചെറിയ എമൗണ്ടിലാണ്. ഇത്രയും DHT കൂടിയാലൊന്നും നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവില്ല. അത് മാത്രമല്ല ക്രിയേറ്റിൻ കഴിച്ചാൽ ഹെയർ ലോസ് ഉണ്ടാവില്ല എന്ന് കുറെ റിസർച്ച് ഇപ്പൊ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ക്രിയേറ്റിൻ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകും. ഓക്കെ, ഇതിന്റെ സയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബോഡി ക്രിയാറ്റിൻ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ക്രിയാറ്റിനിൻ. ആൻഡ് ഈ ക്രിയാറ്റിനിൻ പ്യൂരിഫൈ ചെയ്യണത് നമ്മുടെ കിഡ്നിയാണ്. സോ നമ്മുടെ കിഡ്നി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ബ്ലഡിലെ ക്രിയാറ്റിനിൻ ലെവൽസ് ചെക്ക് ചെയ്യും. ക്രിയാറ്റിനിന്റെ അളവ് നമ്മുടെ ബ്ലഡിൽ കൂടുതലാണെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്. ഇനിയിപ്പോൾ നോർമൽ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഇനിയിപ്പോൾ ക്രിയാറ്റിൻ സപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഈ ക്രിയാറ്റിനിന്റെ അളവ് നമ്മുടെ ബ്ലഡിൽ ഇച്ചിരി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ക്രിയാറ്റിനിന്റെ അളവ് കൂടുതലായിട്ട് കാണിക്കും. ബട്ട് ഇത് പെർഫെക്റ്റ്ലി സേഫ് ആണ്. ഇത് നമ്മൾ ക്രിയാറ്റിൻ സപ്ലിമെന്റ് ചെയ്യണോണ്ട് കൂടുന്ന ക്രിയാറ്റിനാണ്, അല്ലാണ്ട് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടായിട്ടൊന്നുമല്ല. ഇനി കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന് അറിയാൻ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാം. ഇനി ഇതിൽ എക്സെപ്ഷൻ ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്. കിഡ്നിക്ക് ഓൾറെഡി എന്തെങ്കിലും പ്രശ്നമുള്ളവർ. ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചിട്ട് മാത്രം ക്രിയാറ്റിൻ സപ്ലിമെന്റ് ചെയ്യാം. ഇങ്ങനെയുള്ള സയൻസ് ബേസ്ഡ് ഫിറ്റ്നസ് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് തരുന്നത്. സോ ഒരു സപ്പോർട്ടിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.